നമസ്കാരം. എൻ്റെ പേര് ജയകുമാർ DK, അസ്ട്രോളജറാണ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഈ ചാനലിൽ വന്നത് തന്നെ ഒത്തിരി പേരുടെ ചില സംശയങ്ങളുടെ, ചില ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ ആ സംശയ നിവാരണത്തിനായാണ് ഞാൻ ശ്രമിക്കുന്നത്. അതായത് ഈ കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി, അതുപോലെ തന്നെ ചാരവശാലുള്ള ഗ്രഹസഞ്ചാരം എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പലർക്കും അറിയില്ല. അതിനെക്കുറിച്ച് അറിയണം, പറഞ്ഞു തരണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ശനിദോഷങ്ങൾ ശരിക്കും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും അതുപോലെ തന്നെ ടെൻഷനൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ അത്രയും ടെൻഷനൊന്നും നമുക്ക് വേണ്ട. ഇനി ഏഴരാണ്ട ശനി അല്ലെങ്കിൽ അഷ്ടമശനി എന്നൊക്കെ പറയുന്ന ശനിയുടെ ചില കാലയളവുകൾ, ആ കാലങ്ങളിൽ കുറച്ച് ദുരിതങ്ങൾ നമുക്ക് വന്നു ചേരാനുള്ള ദുരിതങ്ങൾക്ക്, എന്തായാലും മനുഷ്യനായി ജനിച്ചാലും ജീവിക്കുമ്പോൾ മനുഷ്യന്മാർ അനുഭവിക്കേണ്ട ദുരിതങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ഈ ദുരിതങ്ങളുടെ ചില കാലയളവായിട്ടായിരിക്കണം. അതാണ് ഒരു പക്ഷേ ശനിദോഷങ്ങളുടെ അല്ലെങ്കിൽ കണ്ടകശനി, ഏഴരശനി മുതലായ സംഭവങ്ങൾ ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഏഴരാണ്ട ശനി അല്ലെങ്കിൽ കണ്ടകശനിയിലേക്ക് വരാം. കണ്ടകശനി എല്ലാ ശനികളും, ഈ ശനിദോഷങ്ങൾ, ഈ പറഞ്ഞ ഏഴരശനി ഉൾപ്പെടെ ശനിദോഷങ്ങളൊക്കെ തന്നെയും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് ലഗ്നാലുണ്ട്. അതുപോലെ ഈ കണ്ടകശനിയും ഏഴരശനിയും ഒക്കെ പറയുന്നത് ചന്ദ്രനുമായി ബന്ധപ്പെട്ടാണ്, ചന്ദ്രൻ നിൽക്കുന്ന രാശിയുമായി ബന്ധപ്പെട്ടാണ്. ഈ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ജന്മരാശി എന്നും കൂറുമെന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ ജന്മരാശിയുടെ 4, 7, 10 രാശികൾക്ക് കേന്ദ്ര രാശികളെന്നും കണ്ടക രാശികളെന്നും ചതുഷ്ടയ രാശികളെന്നൊക്കെ പേരുണ്ട്. അപ്പോൾ ഈ പറയുന്ന 4, 7, 10 രാശികളിൽ ശനി സഞ്ചരിക്കുന്ന കാലം, അതാണ് കണ്ടകശനി. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ രാശികളെ കണ്ടുപിടിക്കുന്നത്? 27 നക്ഷത്രങ്ങളെ 12 രാശികളിലായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആകെ 12 രാശിയല്ലേ ഉള്ളൂ. 12 രാശികൾ ആരംഭിക്കുന്നത് മേടം മുതൽ മീനം വരെയാണ്. അപ്പോൾ 27 നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളിക്കണമെങ്കിൽ മേടം രാശിയിൽ തൊട്ട്, അല്ലെങ്കിൽ ഓരോ രാശികളിലും 2.25 നക്ഷത്രങ്ങളെ വീതം ഉൾക്കൊള്ളിക്കേണ്ടി വരും. മേടം തൊട്ട് എണ്ണുമ്പോൾ ജ്യോതിഷപരമായി മേടൻ രാശിയിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി, രണ്ടാമത്തെ നക്ഷത്രം ഭരണിയും, മൂന്നാമത്തെ നക്ഷത്രം കാർത്തിക എന്ന് പറയുന്ന നക്ഷത്രത്തെയും മുഴുവനായി നിറയ്ക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക, ഈ കാലയളവിൽ ഈ സമയത്ത് ജനിക്കുന്ന വ്യക്തികളുടെ കൂറ് അല്ലെങ്കിൽ ജന്മരാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ്. ആ ജന്മരാശി അല്ലെങ്കിൽ കൂറിൻ്റെ 4, 7, 10 രാശികളിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ് കണ്ടകശനി. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു ഗ്രഹനില ഉണ്ടാവും. ജാതകത്തിലൊക്കെ നമ്മൾ കാണാറില്ലേ, ഒരു ഗ്രഹനിലയുണ്ട്. അത് ആ സമയത്ത്, ജനിക്കുന്ന സമയത്ത് ഉദിച്ചു പോകുന്ന നക്ഷത്രരാശികളെയും നക്ഷത്രങ്ങളെയൊക്കെ ഗ്രഹങ്ങളെ എഴുതി വച്ചിരിക്കുന്നതാണ്. എന്നാൽ മാസങ്ങൾ കടന്നു പോകും തോറും ഈ ഗ്രഹങ്ങൾക്ക് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നുണ്ടല്ലോ, ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് നിമിത്തം ചാരവശാൽ എന്ന പദത്തിന് അവിടെ പ്രാധാന്യം വരുന്നു. അപ്പോൾ ജനിച്ചത് 10 വർഷത്തിന് മുമ്പാണ്. 10 വർഷം കഴിയുമ്പോൾ, ജനിച്ചതിന് ശേഷം ശനി ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി ജനിച്ച സമയത്തെ ഗ്രഹസ്ഥിതിയുമായിട്ട് വരത്തില്ല. അവിടെ നിന്ന് ഗ്രഹങ്ങൾ മാറും. ഈ ഗ്രഹങ്ങളുടെ മാറ്റത്തെയാണ് ചാരവശാലുള്ള ഗ്രഹസഞ്ചാരം അല്ലെങ്കിൽ മാറ്റം എന്നൊക്കെ പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ കണ്ടകശനിയിലും. ചാരവശാൽ ഗ്രഹങ്ങൾ 4, 7, 10 രാശികൾ വരുന്ന കാലമാണ് അതായത് ജന്മരാശിയുടെ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ കണ്ടകശനി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കണ്ടകശനി കഴിഞ്ഞിട്ട്, അതായത് 7.5 ശനിയുണ്ട്, അഷ്ടമശനി മുതലായ കാര്യങ്ങൾ
അടുത്ത ഭാഗത്തിൽ പറയാം.